ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടി.വിക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു എന്നാണ്. തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയായ VCK അവർക്ക് പിന്തുണ നൽകുമെന്നാണ് പറയുന്നത്. അതിന്റെ കത്ത് ടി.വിക്ക് VCK നൽകിയിട്ടുമുണ്ട്. ഇതുപോലെ കുറെ ദിവസങ്ങളായി ഇങ്ങനെ പിന്തുണയ്ക്കുന്നു, പിന്നെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ ഇനി രാവിലെ ആകുമ്പോൾ ഈ പിന്തുണ മാറുമോ? അതായത് ഇപ്പോ 4-5 ദിവസമായിട്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരുടെ ഒരു ലിസ്റ്റ് അനിശ്ചിതത്തിൽ തുടരുകയാണ്. അപ്പോഴാണ് അവസാന ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക്, പിന്തുണ എന്ന നിലയ്ക്ക് തോൽ തിരുമാവളൻ്റെ പാർട്ടിയായ VCK പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവർക്ക് 2 MLA ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം, TVKക്ക് 108, പിന്നെ CPM-ന് 2, CPI 2, കൂടെ മുസ്ലിം ലീഗ് 2, അങ്ങനെ ഈ VCKയുടെ കൂടി 2 ചേരുമ്പോൾ 118 എന്നുള്ള ഒരു കേവല ഭൂരിപക്ഷം എന്നുള്ള സീറ്റ് ഉറപ്പിക്കുകയാണ്. ഇവർ വെറുതെ ഒരു പിന്തുണ നൽകുകയല്ല, ഒരുപാട് എന്താ പറയുക, കണ്ടീഷൻസ് അവർ വിജയുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. വിജയ് 2 ഇടത്ത് മത്സരിച്ചാണ്, 2 ഇടങ്ങളിലും വിജയം കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രാജിവെക്കുന്നിടത്ത് ഒരിടത്ത് ഈ പാർട്ടി അധ്യക്ഷനായ തിരുമാവളനെ മത്സരിപ്പിക്കണം. അതുമാത്രമല്ല, തിരുമാവളൻ ഒഴിയുന്ന ആ ഒരു MP സ്ഥാനത്തേക്ക് TVക്ക് നിരുപാധികം പിന്തുണ നൽകണം. കൂടാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ഒരു ക്യാബിനറ്റ് പദവി കൂടി ഈ പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ദുരഭിമാനക്കൊല അല്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി അംഗീകരിക്കണം എന്നുകൂടി ഒരുപാട് നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു VCKയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നിബന്ധനകൾ അംഗീകരിക്കാതെ വിജയ്ക്ക് ഈ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനോ വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാനോ കഴിയില്ല. കാരണം 3 തവണയോളം ഗവർണറെ ചെന്ന് കണ്ട വിജയെ ഭൂരിപക്ഷമായില്ല എന്ന് പറഞ്ഞ് ഗവർണറായ രാജേന്ദ്ര അലേക്കർ മടക്കി അയക്കുകയായിരുന്നു. ഇപ്പോൾ നാളെ ഞായറാഴ്ച രാജേന്ദ്ര അലേക്കർ കേരളത്തിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസവും കൂടി നിന്നാൽ ഈ ഒരു തീരുമാനം മാറാനും ഇവരുടെ നിബന്ധനകൾ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു നിബന്ധനകൾ അംഗീകരിക്കും എന്നാണ് ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തലുകൾ. കൂടാതെ VCK വന്നതോടെ മുസ്ലിം ലീഗ് ഒരു എതിർത്ത് നിന്നിരുന്ന അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വത്തിലിരുന്ന മുസ്ലിം ലീഗിൻ്റെ 2 സീറ്റിൻ്റെ പിന്തുണ കൂടി വിജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയം മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം തുടരുകയുമാണ്. ഈ കോൺഗ്രസ് DMKയുടെ സഖ്യം വിട്ട് വന്നതോടെ കനിമൊഴി എതിർപ്പുമായി മുന്നോട്ട് വന്നിരുന്നു. അതായത് കോൺഗ്രസുമായി ഇനിയൊരു പിന്തുണ അല്ലെങ്കിൽ ഇനിയൊരു സഖ്യം അല്ലെങ്കിൽ ഇനിയൊരു കൂട്ടുകെട്ടിനി ഉണ്ടാവില്ല എന്നുള്ള അർത്ഥമുറിച്ചുള്ളൊരു വാക്കായിരുന്നു കനിമൊഴിയുടേത്. അപ്പോൾ ഒരു വശത്ത് വിജയ് സർക്കാർ ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിൻ്റെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ഭാവി നഷ്ടമാവുകയാണ്. പക്ഷേ CPM, CPI അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ മെയിനായിട്ട് പ്രധാനമായും വിജയെ പിന്തുണയ്ക്കുന്നത് അവിടെ BJP വരരുത് അല്ലെങ്കിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടാവരുത് എന്നുള്ളൊരു നിബന്ധന പൂർണ്ണമായും നിബന്ധന മുന്നിലേക്ക് വെച്ചാണ്. ഇതിനു മുമ്പും വിജയുടെ ഒരു സ്ഥാനാർത്ഥിത്വമോ അല്ലെങ്കിൽ പാർട്ടി ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് വിജയ് NDAയുമായിട്ട് അലയൻസ് ചെയ്യും എന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായേക്കില്ല എന്നുള്ള ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഈ സഖ്യകക്ഷികൾ കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ പോലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ നിന്നുണ്ടാവും. കേരളത്തിൽ കോൺഗ്രസിൻ്റെ അനിശ്ചിതത്വം തുടരുമ്പോഴാണ് തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ ഒരു കടമ്പകളും കടന്ന് ചിലപ്പോൾ നാളെ കഴിഞ്ഞും അടുത്ത ദിവസം വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതുമാത്രമല്ല, ആ ഒരു മന്ത്രിസഭയിൽ ഏതൊക്കെ മന്ത്രിമാർ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും സഖ്യകക്ഷികൾ പറയുന്ന 1-2 നിബന്ധനകൾ ഈ വിജയ്ക്ക് കൈക്കൊള്ളേണ്ടി വരും. അല്ലെങ്കിൽ അവർ വീണ്ടും പിൻവലിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു പിന്തുണ നിരുപാധികം പിൻവലിക്കുകയാണെങ്കിൽ വീണ്ടും ആ സർക്കാർ താഴെ പോകാനൊരു കാരണമാകും. ഇനിയിപ്പോൾ TVK അധ്യക്ഷൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അവര് പറഞ്ഞ ഉപാധികളൊന്നും TVK അധ്യക്ഷൻ വിജയ് അംഗീകരിച്ചില്ലെങ്കിൽ അവരിനി രാജിവെക്കുമോ? അങ്ങനെയുള്ള പൊതുവായിട്ടും സഖ്യകക്ഷികളുടെ
ഒരു നിബന്ധന അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ BJP-യെ ഈ ഒരു സർക്കാരിലേക്ക്, ഈ ഒരു നിയമസഭയിലേക്ക് അടുപ്പിക്കരുതെന്നുള്ളതാണ്. അങ്ങനെ ഒരു നിബന്ധന വിജയ് അത് ചെയ്യുകയാണെങ്കിൽ അത് BJP-യെ അവർ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ വിജയ്ക്ക് നൽകിയ പിന്തുണ അവർ പിൻവലിക്കും. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഈ തിരുമാവളന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അതായത് ആഭ്യന്തരമന്ത്രിയുടെ ചാർജുള്ള, അല്ലെങ്കിൽ വിജയ്ക്ക് നേരെ രണ്ടാമനായാണ് തിരുമാവളൻ ആവശ്യപ്പെടുന്നത്. ഇത് ഒരുപക്ഷെ നൽകിയില്ലെങ്കിൽ ഈ VC-ക്ക് അവരുടെ ആ ഒരു പിന്തുണ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും വീണ്ടും ആ ഒരു തമിഴ്നാട് സർക്കാർ പ്രതിസന്ധിയിലാകും. അതുമാത്രമല്ല, ഒരുപാട് വാഗ്ദാനങ്ങൾ വിജയ് നൽകിയിട്ടുണ്ട്. സ്റ്റാലിൻ നൽകിയതിന് അതുപോലെ തന്നെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതൊന്നും നടപ്പിലായെങ്കിൽ പോലും വിജയുടെ ഒരു വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാനും ആ ഒരു മന്ത്രിസഭ താഴെ പോകാനുമുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വന്നൊരു റിപ്പോർട്ട് പ്രകാരം ഒരു IAS ഉദ്യോഗസ്ഥൻ വിജയ്ക്ക് വേണ്ടി കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്, സുപ്രീം കോടതി ഹർജി നൽകിയിട്ടുണ്ട്. അതെ. അപ്പോ IAS ഉദ്യോഗസ്ഥൻ വരെ വിജയ്ക്ക് സപ്പോർട്ടാണ്. IAS ഉദ്യോഗസ്ഥനല്ല, തമിഴകം മുഴുവൻ വിജയ്ക്ക് സപ്പോർട്ടാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് 108 സീറ്റുകൾ എന്നുള്ള ഒരു ഒറ്റ ഭൂരിപക്ഷം, ഒരു വലിയ ഭൂരിപക്ഷം. അത് മറ്റൊരു പാർട്ടിക്കോ അത് അവകാശപ്പെടാനില്ല. ഇപ്പം നേരത്തെ നമ്മൾ മുമ്പുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് കണ്ടിരുന്നല്ലോ, കരുണാനിധിക്കും അല്ലെങ്കിൽ ജയലളിതയ്ക്കും പോലും പറ്റാത്തൊരു, അല്ലെങ്കിൽ ക്യാപ്റ്റന് പോലും പറ്റാത്തൊരു നേട്ടമാണ് വിജയ് അവിടെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു വിജയുടെ ഒരു ബ്രാൻഡ് വാല്യൂ ഉയർത്തിയതിൻ്റെ ഒരു ഭാഗമായാണ്. വിജയ് മുമ്പ് ഒരു റൊമാൻറ്റിക് സിനിമകളിലൂടെ വന്നു, പിന്നെ ആക്ഷൻ സിനിമ, പിന്നെ അത് കഴിഞ്ഞ് രാഷ്ട്രീയ പ്രസക്തിയുള്ള സിനിമകളിലൂടെ വന്ന് വിജയുടെ ആ ഒരു വിജയുടെ രാഷ്ട്രീയം തമിഴ്നാട്ടിലെ ജനങ്ങളുമായിട്ട് പങ്കുവച്ചു. തമിഴ്നാട് മാത്രമല്ല, കേരളവും വേണമെങ്കിൽ പാൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ മെർസൽ പോലെയുള്ള സിനിമകളിൽ പറയുന്നുണ്ട്, മെഡിക്കൽ എറേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, സർക്കാരിൽ ആ ഓരോ പാർട്ടികളുടെയും ഒരു അഴിമതിയെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ആ ഒരു ഇലക്ഷൻ സമയത്ത് ജല്ലിക്കെട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു ഇത് വന്നിരുന്നല്ലോ, അത് കണ്ടിരുന്നല്ലോ. അതുപോലെ വിജയുടെ രാഷ്ട്രീയമെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. അത് ഒരു സ്ലോ പ്രോസസ്സിംഗ് ആയിരുന്നു. അത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നുള്ളത്. വേണമെങ്കിൽ ഫാൻസിൻ്റെ ഒരു തിയറി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാം. അതായത് വിജയുടെ വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ഗോട്ട് എന്ന സിനിമ ഉണ്ടാകും. അതിൽ വിജയ് ഉപയോഗിക്കുന്ന കാറിൻ്റെ നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് TN07 CM 2026. അതായത് 2026 വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അത് എവിടെന്നോ ഈ ഒരു അഭ്യൂഹം പോലെ പടർന്നു, അല്ലെങ്കിൽ വിജയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഭാഗമായി അങ്ങനെയാണ് ആ ഒരു നമ്പർ വരെ വന്നത്. അതിൻ്റെ എന്താ പറയുക, ബ്രില്യൻസ് ആയിട്ട് പലയിടത്തും ഈ സിനിഫൈൽസ് വരെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെ നാളത്തെ വിഷനിലൂടെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു രാത്രിയോ എടുത്ത ഒരു തീരുമാനമല്ല. ഇപ്പോൾ പ്രകാശ് രാജ് പോലുള്ള നടന്മാര് പറയുന്നുണ്ട്, ഫാൻ ബേസ് കൊണ്ട് മാത്രമാണ് വിജയ് ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ വിജയിച്ചതെന്നാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? പ്രകാശ് രാജ് എപ്പോഴും തൻ്റേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് എപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹം കറക്റ്റ് ഒരു വശത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കറക്റ്റ് ഒരു ഫാക്റ്റാണ്. ഒരു ജനതയ്ക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധമാണ്. അല്ലാതെ ഒരു സിനിമാ നടനെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ വിശ്വസിക്കലല്ല. ആ ഒരു ബ്രാൻഡിന്, അല്ലെങ്കിൽ ആ ഒരു റിയൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഒരു സ്ക്രീനിൽ കാണുന്ന വിജയ് അല്ല റിയൽ ലൈഫിലുള്ള വിജയ്. അല്ല, വിജയ് മാത്രമല്ല, മറ്റേത് നടന്മാരായാലും. ഇപ്പോൾ ഗില്ലി സിനിമയിൽ വിജയും പ്രകാശ് രാജും ഇതായിരുന്നു, ആൻറ്റഗോണിസ്റ്റും പ്രോട്ടഗോണിസ്റ്റുമാണ്. ഇപ്പോൾ ഒരു വില്ലനെ തോൽപ്പിച്ച നായികയെ രക്ഷപ്പെടുത്തുന്ന നായകൻ. പക്ഷേ ആ ഒരു നായകൻ, അല്ലെങ്കിൽ ഇതുപോലുള്ള സമൂഹത്തിന് വേണ്ടി സിനിമയിൽ സംസാരിക്കുന്ന നായകന്മാർ സമൂഹത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ടി ശ്രദ്ധ തിരിക്കുന്നില്ല. അത് ഇതുപോലുള്ള ഒരു ശബ്ദമുയർത്തുന്ന പ്രകാശ് രാജിനെ പോലെയുള്ള പല നടന്മാരും ശബ്ദമുയർത്തിയിട്ടുണ്ട്.
അതും ഇപ്പോൾ മോദിയുടെ പല പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും അതിനെതിരെ പ്രകാശ് രാജ് പരസ്യമായി തന്നെ വന്നിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അദ്ദേഹത്തിന് തമിഴ്നാട് രാഷ്ട്രീയത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോധ്യമാണ് വിജയെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം ഒരു റിയൽ ലൈഫിലും ഒരു വില്ലൻ എന്ന് പറയാൻ കഴിയില്ല.